പല സ്ഥലങ്ങളിലും നമ്മൾ ക്ലച്ച് വാങ്ങിയിട്ട് പല ഷോപ്പുകളിലൊക്കെ കൊണ്ടുവച്ചിട്ട് അടിച്ച ക്ലച്ചുകൾ, അത് ചിലത് പ്രഷർ പ്ലേറ്റ് അതുപോലുള്ള പ്രഷർ പ്ലേറ്റുകളായിരിക്കും. ഈ പ്രഷർ പ്ലേറ്റിൻ്റെ ഈ ഡയഫ്രത്തിന് തീരെ ടെൻഷൻ ഉണ്ടാവില്ല. ഈ ടെൻഷൻ ഇല്ലാത്ത സമയത്ത് വണ്ടി വലിക്കൂല. ഇത് വണ്ടിക്കാർക്ക് അധികവും അറിയില്ല ഇതിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണുള്ളത് അധികം വണ്ടിക്കാർക്ക് അറിയില്ല. വണ്ടിക്കാർ എവിടെന്നെങ്കിലും ഏതെങ്കിലും പാർട്സ് വീഡിയോന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകളിലൊക്കെ വാങ്ങി വർക്ക്ഷോപ്പ് കൊണ്ട് കൊടുത്താൽ വർക്ക്ഷോപ്പുകാരാണെങ്കിൽ ഇത് ഫിറ്റ് ചെയ്യുക ചെയ്യും. ഫിറ്റ് ചെയ്യുന്ന പണി മാത്രമാണ് വർക്ക്ഷോപ്പുകാർക്ക് ഉണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് ചില വർക്ക്ഷോപ്പുകാർക്കോ വണ്ടിക്കാർക്കോ ആർക്കും അറിയില്ല. പ്രത്യേകിച്ച് നമുക്ക് തന്നെയും ചെക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കംപ്ലയിൻറ്റ് മനസ്സിലാവും. കണ്ടാൽ നമുക്കും മനസ്സിലാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോവുകയാണ്. ശരിക്കുള്ള ഓട്ടോമൊബൈൽസ് കൂടെ ഒക്കെ സപ്ലൈ ചെയ്യുന്ന ചില ആളുകളുണ്ട്. സപ്ലൈ ചെയ്യുന്ന സാധനത്തിൻ്റെ കണ്ടീഷനും നമ്മൾ കൊടുക്കുന്ന ആ കണ്ടീഷനും പുറം ജനങ്ങൾ അറിയാൻ വേണ്ടി, ഒരുപാട് വാഹന ഉടമകളും വർക്ക്ഷോപ്പ് മെക്കാനിക്കും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ കഴിയുന്ന രീതിയിലുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ഓട്ടോമൊബൈൽസിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് അടിച്ചു കൊണ്ടുവച്ച ക്ലച്ച് ഡിസ്ക്. ഇത് പുതിയതിൻ്റെ മോഡൽ ഉണ്ടാവും. പെയിൻറ്റിംഗ് ഒക്കെ കണ്ടാൽ കാണാം പുതിയ സാധനം തന്നെ ആണെന്നുണ്ട്. ശരിക്കും ഒറിജിനൽ സാധനം ഇതാണ്. ഇതിന് ഒരു പെയിൻറ്റും കാര്യവും ഒന്നുമില്ല. ഈ പെയിൻറ്റിങ് ഇല്ലാത്ത സാധനമായിരിക്കും കണ്ടീഷൻ ഉണ്ടാവുക. നമ്മളാരും പെയിൻറ്റിങ് കാര്യം പോളിഷും ചെയ്യില്ല. ഇതിങ്ങനെ പോളിഷ് ചെയ്ത സാധനം കംപ്ലൈൻ്റ് ആയിട്ട് വരികയാണ്. ഇതിനൊരു ടെൻഷനും ഇല്ല. ടെൻഷനും പ്രഷർ പ്ലേറ്റും ഇല്ലെങ്കിൽ വണ്ടി വലിക്കൂല. അതതിൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചു തരികയാണ്. നമ്മളൊരു ക്ലച്ച് ഡിസ്ക് നല്ല അടിച്ചിട്ടതിന് ശേഷം ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും കാണാൻ കഴിയും. ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാം. അപ്പോൾ വണ്ടിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ലെവലിൽ ഇത് എന്താ ചെയ്യുന്നത്, ഈ പ്രവർത്തനമാണ് വണ്ടീൻ്റെ മുകളിൽ വരിക. അപ്പോൾ ഓരോരോ ക്ലച്ച് ചവിട്ടുന്ന സമയത്തും ഇതിപ്പോൾ വണ്ടീൻ്റെ ഡ്രൈവർ ചവിട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലച്ച് ഇവിടെ എത്രയോ ലൂസാണ്. ഇവിടെ കാണാം ഒരുപാട് ലൂസാണ്. അപ്പോൾ ക്ലച്ചിൻ്റെ പെഡൽ മുകളിൽ വരും. ക്ലച്ചിൻ്റെ പെഡൽ മുകളിൽ വരുന്ന സമയത്ത് എന്താ പ്രശ്നം വരിക എന്ന് വെച്ചാൽ വണ്ടി വലിക്കൂല, തീരെ വലിക്കൂല. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. തന്നെയല്ല ഈ കല്ലൊക്കെ ഔട്ടുമാണ്. ഇത്തരം ക്ലച്ചുകളാണ് ഇത് വിപണിയിൽ വിറ്റ് ഒഴിവാക്കുന്നത്. അപ്പോൾ കഴിയുന്നതും ഇതിൻ്റെ ശരിക്കുള്ള വർക്ക് എടുക്കുന്ന സ്ഥലത്ത് പോയി വാങ്ങിയാൽ ഒരുപാട് കംപ്ലൈൻറ്റ് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്ത പെയിൻ്റ് അടിക്കാത്ത ക്ലച്ചാണ് എടുത്ത് കാണിക്കുന്നത്. ഒരു പെയിൻറ്റും ഇല്ല, ഒന്നുമില്ല. നമ്മളൊരുപാട് കാലമായിട്ട് സെറ്റ് ചെയ്യുന്നതാണ്. ഇത് ജനങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് കാണിച്ചത് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ക്ലച്ചാണ്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കണ്ടീഷൻ. ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് നല്ല ടെൻഷൻ വേണം, നല്ല ടൈറ്റ് ഉണ്ടെങ്കിലേ വണ്ടി വലിക്കും. അപ്പോൾ ഇതാ കണ്ടോ, ഈ ക്ലച്ചുമായിട്ട് ഇത്ര ബന്ധം ഉണ്ടാവും, തീരെ ഗ്യാപ്പ് ഉണ്ടാവില്ല. തന്നെയല്ല നമ്മൾ തേഞ്ഞ് തീർന്ന കല്ലിട്ട് അടിക്കുന്നതല്ല. ഈ കല്ല് തേഞ്ഞ് തീർന്നതല്ല. ഇതിൽ സ്കോർപിയോൻ്റെ കല്ല് നിസാൻ്റെ കല്ലിനേക്കാളിലും കനം കൂടുതലുള്ളത് സെറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ല വലിയേക്കും. ക്ലച്ച് ഏറ്റവും കൂടുതൽ അടിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ക്ലച്ച് വണ്ടിക്ക് വലിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് നടക്കുക. ഓരോ ചവിട്ടിലും ഇങ്ങനെ വരും. അപ്പോൾ അതാണ് നിസാന്, ഇപ്പോൾ ഐച്ചർ, മസ്ത ഇങ്ങനെയുള്ള ക്ലച്ചുകളാണ് അധികവും ഷോപ്പുകളിലും മറ്റുള്ള വർക്ക്ഷോപ്പുകളിലും ഒക്കെ കൊടുത്തു ഞാൻ ഒരുപാട് വണ്ടിക്കാർ ബുദ്ധിമുട്ടായിട്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ പറയും നിങ്ങൾ ഇവിടെ വാങ്ങി കൊണ്ടുവച്ചതുണ്ട്, ഇത് അടുത്തുനിന്നുണ്ടെങ്കിൽ വാങ്ങിക്കോളി. പിന്നെ അത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഒരു 15 ദിവസം ഒരു മാസം കഴിയുമ്പോഴേക്ക് ക്ലച്ച് റേസായിട്ട് വീണ്ടും എൻ്റെ അടുത്ത് വരിക. നിങ്ങളുടെ പീടികയിൽ നിന്ന് വാങ്ങിയതായി നന്നായത്, കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കിട്ടി, ഈ പ്രാവശ്യം അവിടുന്ന് ഇവർ പറഞ്ഞുകൊണ്ട് വാങ്ങിയിട്ടതായി, ഇപ്പോൾ ക്ലച്ച് തീരെ കിട്ടിയില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അധികം ആൾ വരുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ.